ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ് ആണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് എന്താണ് ബ്രാഞ്ച്, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടും പിന്നെ ഈ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിങ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സും ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പം ആദ്യം അതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. എന്താണ് ബ്രാഞ്ച് അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പോൾ ഒരു വലിയൊരു ഓർഗനൈസേഷനൊക്കെ ആവുന്ന സമയത്ത് അതിന് ഇപ്പോൾ ഒരു കൺട്രിയിൽ മാത്രമായിരിക്കില്ല അതിൻ്റെ ഫങ്ഷനിങ് ഉണ്ടായിരിക്കുക, ചിലപ്പം ഡിഫറെൻറ്റ് കൺട്രീസിലുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഒരു കൺട്രിയിൽ തന്നെ ഡിഫറെൻറ്റ് ഏരിയാസിലായിട്ട് അതിൻ്റെ ഫങ്ഷൻസ് നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് അല്ലെങ്കിൽ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും അതിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് നമ്മൾ ഏതൊക്കെ ഏരിയാസിലാണോ ഫങ്ഷൻസ് കൂടുതലുള്ളത് അവിടെയായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ ഡിഫറെൻറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഡിഫറെൻറ്റ് ഏരിയാസിലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഓരോ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സോ ബ്രാഞ്ച് ആർ ദ സെക്ഷൻസ് ഓർ ഡിവിഷൻസ് ഓഫ് എൻ എൻ്റർപ്രൈസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് കൺട്രോൾഡ് ബൈ ഹെഡ് ഓഫീസ്. ഒരു ഹെഡ് ഓഫീസായിരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ചെറിയ ഇതിൻ്റെ സെക്ഷൻസിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഹെഡ് ഓഫീസ് ഇസ് ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് വിച്ച് ഗീവ് ഡയറക്ഷൻ ടു ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് അവരുടെ ഇഷ്ടത്തിനല്ല ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. എന്താണ് ഹെഡ് ഓഫീസ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്, അതിൻ്റെ ബേസിസിൽ ഫങ്ഷൻ ചെയ്യുന്ന ചെറിയ യൂണിറ്റ്സുകൾ മാത്രമാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കുക. ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അല്ലെങ്കിൽ ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കമ്പനിയോ അല്ലെങ്കിൽ ഫേമോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കില്ല. മെയിനായിട്ടുള്ള ഹെഡ് ഓഫീസ് എന്താണോ അതിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലീഗൽ എൻറ്റിറ്റി ഇല്ല. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് പ്രോഫിറ്റ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ ബ്രാഞ്ചിനും അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാകും. ഓരോ ബ്രാഞ്ചിലും അവരുടെ സെയിൽസിൽ നിന്നും ഡിഫറെൻറ്റ് പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ടാവും. ചില ബ്രാഞ്ചിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, ചിലത് ലോസിലായിരിക്കാം. അപ്പോൾ ഓരോന്നും ഓരോരോ പ്രോഫിറ്റ് സെൻറ്റേഴ്സ് ആയിരിക്കും. ദെൻ ഇറ്റ്സ് ഓപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ദെൻ ഇറ്റ് സെൽ ദ സെയിം ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് സോൾഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഇവർക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ പ്രൊഡക്ട്സുകളാണെങ്കിലും ഇവർക്ക് യൂസ് ചെയ്യാനുള്ള ക്യാഷ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കൊടുക്കുന്നത് ഹെഡ് ഓഫീസാണ്. ഹെഡ് ഓഫീസ് സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ് ഇവർ സെല്ല് ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് ഇവർക്ക് കൊടുക്കുന്ന ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഇൻ ദ ബ്രാഞ്ച് ഈസ് ഇൻവെസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ക്യാപിറ്റൽ ഇൻ ദ ബ്രാഞ്ച്, അതായത് ഇവർക്ക് സ്വന്തമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് വേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ എ ബ്രാഞ്ച് മേ ബി ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഓർ ഫോറിൻ ബ്രാഞ്ച്. അതിൻ്റെ ടൈപ്സ് ആണ്. നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കും. അപ്പം ഇൻലാൻഡായിട്ട് ഒരു കൺട്രീൻ്റെ ഉള്ളിൽ തന്നെയുള്ള ബ്രാഞ്ചസ് ആണെങ്കിൽ അതിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇനി മറ്റ് കൺട്രീസിലാണ് നമ്മളുടെ ബ്രാഞ്ചസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോറിൻ ബ്രാഞ്ച് എന്ന് പറയും. ഓക്കെ, ഇതാണ് ജനറലി നമുക്ക് ബ്രാഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണെങ്കിൽ, ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ പറഞ്ഞതുപോലെ ഓരോ ബ്രാഞ്ചും ഓരോ പ്രോഫിറ്റ് സെൻറ്റേഴ്സാണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെഡ് ഓഫീസ് ഓരോ ബ്രാഞ്ചിനും ബ്രാഞ്ച് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലും പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബ്രാഞ്ച് ആർ കൺട്രോൾഡ്. ഓരോ ബ്രാഞ്ചിൻ്റെയും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. ദെൻ ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച്. ടു അസസ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. ടു ഡിറ്റർമൈൻ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഹെൽഡ് ബൈ ഈച്ച് ബ്രാഞ്ച്. ടു അസർട്ടൈൻ വെദർ ബ്രാഞ്ച് ഷുഡ് എക്സ്പാൻഡ് ഓർ ക്ലോസ്ഡ്. അതായത് ഇപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ ബ്രാഞ്ചും 3 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ 3 ബ്രാഞ്ചസിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബ്രാഞ്ച് ഏതാണ്, അങ്ങനെ അത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തൊക്കെയായിരിക്കാം
അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇനി ചില ബ്രാഞ്ച് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തൊക്കെയാണ്, അതിന് നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അതല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യണോ, ഈ രീതിയിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇനി ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻലാൻഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയാം. ഇനി അതിൻ്റെ ഫങ്ഷനിങ് നടക്കുന്നത് ഔട്ട് ഓഫ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫോറിൻ ബ്രാഞ്ച് എന്നും പറയാം. ഇതിൽ നമുക്ക് ഫോറിൻ ബ്രാഞ്ചിനെ കുറിച്ചിട്ട് പഠിക്കാനില്ല. ഫോറിൻ അക്കൗണ്ടിങ് നമുക്ക് ഈ ഒരു സിലബസിൻ്റെ പാർട്ടല്ല. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ മെത്തേഡ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ആണ് പഠിക്കാനുള്ളത്, പിന്നെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിനെ കുറിച്ചിട്ടും. അപ്പോൾ ആദ്യം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്നുള്ളതൊന്ന് നോക്കുക. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആ നെയിമിൽ തന്നെ ഉണ്ട്, ആ ഒരു ഹെഡ് ഓഫീസിനെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബ്രാഞ്ചസിനെയാണ് ബ്രാഞ്ച് എന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ജനറലി എല്ലാ ബ്രാഞ്ചസും ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് തന്നെയായിരിക്കും. അതിൽ പല കാര്യങ്ങളിലും അതിന് ഡിസിഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതിന് ഒരു കാര്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ആ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ബ്രാഞ്ചസ് മെയിൻലി സെൽ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹെഡ് ഓഫീസ് കൊടുക്കുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ മെയിൻ ഹെഡ് ഓഫീസിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ഇവർക്ക് ഡെലിവർ ചെയ്യും. ഈ സാധനമാണ് ഇവർ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തത്, ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. ഇനി ഈ ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് അയക്കുന്നത് ഐദർ കോസ്റ്റ് പ്രൈസ് ആയിരിക്കാം ഓർ ഇൻവോയ്സ് പ്രൈസ് ആയിരിക്കാം. ഇത് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തന്നെയുണ്ട്. ഇനി ബ്രാഞ്ചസ് സെൽ ഗുഡ്സ് ഫോർ ക്യാഷ്. എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്? ബ്രാഞ്ച് ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടണം. ഇവിടുന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രെഡിറ്റ് സെയിൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റിന് ഗുഡ്സ് സെല്ല് ചെയ്യുന്നത്. അതർവൈസ് ക്യാഷ് ബേസിസിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ക്യാഷ് കളക്റ്റഡ് ഈസ് ഐദർ റെമിറ്റഡ് ഡെയിലി ടു ദ ഹെഡ് ഓഫീസ് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ എ ലോക്കൽ ബാങ്ക്. ഇനി ഇവർക്ക് ഡെയിലി കിട്ടുന്ന ക്യാഷ് അത് ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ക്യാഷ് ആയിരിക്കാം, സെയിൽസിലൂടെ കിട്ടുന്ന ക്യാഷ് ആയിരിക്കാം, വേറെ ഏതെങ്കിലും തരത്തിൽ മിസലേനിയസ് ബേസിൽ കിട്ടുന്ന ക്യാഷ് ആയിരിക്കാം. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യണം, ഇവർ ഹെഡ് ഓഫീസിന് കിട്ടിയ പൈസ അന്നന്ന് കൊടുക്കേണ്ടതുണ്ട്, ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഇനി ഡെയിലി ബേസിസിൽ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൻ്റെ പേരിൽ നമുക്ക് ലോക്കൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം. അതിൽ ഡെയിലി ബേസിസിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ദെൻ മന്ത് എൻഡ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആവുന്ന സമയത്ത് ആ എമൗണ്ട് ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ കിട്ടുന്ന ക്യാഷ് ഹെഡ് ഓഫീസിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ്, ഓൾ മേജർ എക്സ്പെൻസസ് ആർ പെയ്ഡ് ഡയറക്ട്ലി ബൈ ദ ഹെഡ് ഓഫീസ്. എന്തൊക്കെ ബ്രാഞ്ചിന് എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ടോ, പെറ്റി ക്യാഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസുകൾ, റിപ്പയേഴ്സ്, അങ്ങനെ എന്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് തന്നെയാണ്. ഓക്കെ. ബ്രാഞ്ചസ് ഡു നോട്ട് മെയിൻറ്റെയിൻ ദെയർ ഓൺ ബുക്സ്. ബ്രാഞ്ച് അവരുടെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന വ്യത്യാസം എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആവുന്ന സമയത്ത് മെയിനായിട്ട് 4 തരത്തിൽ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ 3 and 4th എന്ന് പറയുന്ന അതായത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് അതിലേക്ക് നമുക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ആദ്യത്തെ 2 മെത്തേഡ്സാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അതായത് ഡെപ്റ്റർ സിസ്റ്റം ആൻഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. ഈ 2 സിസ്റ്റത്തിലും എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്.
അപ്പോൾ ആദ്യം അതിലുള്ളത് ഡെറ്റർ സിസ്റ്റമാണ്. ഡെറ്റർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ നെയിമിലുള്ളത് പോലെ തന്നെ ഇവിടെ ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സിമിലർ ടു ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ്. ഇവിടെ ഡെറ്റർ എന്ന് പറയുന്നത് ആരായിരിക്കും? ബ്രാഞ്ച് ആയിരിക്കും. കാരണം ഡെറ്റർ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പൈസ കടം കൊടുക്കുന്ന ആൾക്ക് അവിടെയുള്ള റിലേഷൻഷിപ്പാണ് ക്രെഡിറ്റർ ഡെറ്റർ എന്ന് പറയുന്നത്. പൈസ ആരാണോ കൊടുക്കുന്നത് അയാൾ ക്രെഡിറ്ററും പൈസ വാങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളായിരിക്കും ഡെറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഡെറ്റർ എപ്പോഴും ക്രെഡിറ്ററിനോട് ലയബിൾ ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ ഇവിടെ ബ്രാഞ്ച് ഇസ് ഓൾവേസ് ലയബിൾ ടു ഹെഡ് ഓഫീസ് ഓർ റെസ്പോൺസിബിൾ ടു ഹെഡ് ഓഫീസ്. എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ബ്രാഞ്ചിന് കിട്ടുന്നുണ്ടോ അതൊക്കെ ഹെഡ് ഓഫീസിലേക്ക് അയക്കേണ്ടതാണ്. അവിടെ ഒരു ലയബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്ററായിട്ടും ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു ഡെറ്ററായിട്ടുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർ ഓൺലി വൺ അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിനും ഓരോ അക്കൗണ്ട് ഹെഡ് ഓഫീസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്രാഞ്ചല്ല അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബ്രാഞ്ചിൻ്റെ പേരിൽ ഹെഡ് ഓഫീസാണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു അക്കൗണ്ടിനെ നമ്മൾ വൺ അക്കൗണ്ട് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. ഇനി ഈ ഒരു ഡെറ്റർ സിസ്റ്റത്തിൽ തന്നെ 2 തരത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോസ്റ്റ് പ്രൈസ് മെത്തേഡും ഇൻവോയ്സ് പ്രൈസ് മെത്തേഡും. ഈ 2 തരത്തിലും എന്ത് ചെയ്യാം, ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിന് ഗുഡ്സ് സപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമുക്ക് ആ 2 മെത്തേഡാണ് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഇതിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എളുപ്പമാണ്. ആകെ 1-2 അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ അതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതർവൈസ് ഈ ഒരു 2 മെത്തേഡ്സും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും ആ പ്രൈസിങ്ങിലുള്ള ഡിഫറൻസാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ ചിലവായിട്ടുള്ള ടോട്ടൽ തുകേനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയക്കുന്നത്, അതായത് ഹെഡ് ഓഫീസ് ഗുഡ്സ് അയക്കുന്നത് അവർക്ക് ചിലവായിരിക്കുന്ന അതേ വിലയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഹെഡ് ഓഫീസിന് ആ ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുന്നതിന് 1000 രൂപ ചിലവായിട്ടുണ്ട്. അതേ 1000 രൂപയ്ക്ക് തന്നെ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയും. അതേസമയം ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിന് എത്ര രൂപ ചിലവായിട്ടുണ്ടോ അവരതിനോട് കൂടെ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് 1000 രൂപയ്ക്കാണ് ഈ ഒരു ഹെഡ് ഓഫീസിന് ടോട്ടൽ ചിലവായിട്ടുള്ള തുക, അതിനോടുകൂടെ 500 രൂപയും കൂടെ കൂട്ടി 1500 രൂപയ്ക്കാണ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അയച്ചതെങ്കിൽ അതിന് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയും. ഇതാണ് ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു 500 രൂപ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 500 രൂപേനെ നമ്മൾ പറയുന്നത് ലോഡ് പ്രൈസ് അതല്ലെങ്കിൽ പ്രോഫിറ്റ് പാർട്ട് എന്നായിരിക്കും. ഓക്കെ, നമ്മൾ നോർമലി എന്താ പറയുക, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഇതിനാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ ഈ ഒരു ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ അതല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ പറയുന്ന പേര് ലോഡ് പ്രൈസ് എന്നാണ്. ഓക്കെ, ഈ ലോഡ് പ്രൈസിൻ്റെ റിഫ്ലക്ഷൻസ് നമുക്ക് ആകെ ചേഞ്ച് ചെയ്യാനുണ്ടാവുക ഗുഡ്സ് സപ്ലൈഡ് ടു ദ ബ്രാഞ്ച് ഓർ റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച് ഓർ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിൽ മാത്രമേ ഇതിൻ്റെ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കോസ്റ്റ് പ്രൈസ് മെത്തേഡിലും ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു തിയറീസ് എന്ന് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലം, കോസ്റ്റ് പ്രൈസ് മെത്തേഡിൻ്റെ പ്രോബ്ലമാണ് നോക്കാനുള്ളത്.